ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ ഹലോ എന്നൊരു വ്യത്യസ്തമായ ബംഗാളി സിനിമയെക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കൽക്കട്ടയാണ് കാണിക്കുന്നത്. കൽക്കട്ടയിലെ ഒരു വലിയ കുടുംബത്തെയാണ് കാണിക്കുന്നത്. സാധാരണയായി കൽക്കട്ടയിൽ ദുർഗാദേവിക്ക് ഒരു പൂജ നടത്താറുണ്ട്. ഇങ്ങനെയുള്ള വലിയ കുടുംബങ്ങൾ ദുർഗാദേവിയെ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരാഴ്ചയോളം വാദ്യമേളങ്ങളും സദ്യയൊക്കെയായി ആ പൂജ നടത്തും. അതുപോലെയാണ് ഇവിടെ നമ്മുടെ നായികയുടെ ഭർത്തൃ വീട്ടിലും ആ പൂജ നടക്കുന്നത്. ഇതാണ് നമ്മുടെ നായിക നന്ദിത. ഈ കുടുംബത്തിലെ മൂത്ത മരുമകളാണ്. ഇവർക്ക് 2 കുട്ടികളും സ്നേഹമുള്ള ഒരു ഭർത്താവുമുണ്ട്. ഭർത്താവിന്റെ പേര് ബോസ്. ഈ ബോസ് ആണ് ഹീറോ. ഈ ബോസിന് 2 അനിയന്മാരുണ്ട്. അവർക്കും ഭാര്യമാരുണ്ട്. നമ്മുടെ നായിക നന്ദിത ആ കുടുംബത്തിലെ ഇളയ മരുമകളുമായിട്ടാണ് കൂടുതൽ അടുപ്പം. മറുവശത്ത് നന്ദിതയുടെ ഭർത്താവായ ബോസിനെയാണ് കാണിക്കുന്നത്. ഇയാൾ ഒരു ക്രിമിനൽ ബുദ്ധിയുള്ള ആളാണെന്ന് തോന്നുന്നുണ്ട്. ബോസ് അവിടുത്തെ ഒരു പെൺകുട്ടിയുമായി ബന്ധത്തിലായിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് നീന എന്നാണ്. നീനയുമായിട്ട് ഇയാൾക്കൊരു ബന്ധമുണ്ട്. നീന കുറെ നാളായി ബോസിനോട് ഭാര്യ നന്ദിതയെ ഡിവോഴ്സ് ചെയ്തിട്ട് തന്നെ കല്യാണം കഴിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോഴും നീന ബോസിന്റെ ശരീരത്തിൽ ഒരു കളി കളിക്കുകയാണ്. തന്റെ ലിപ്സ്റ്റിക് എടുത്ത് ബോസിന്റെ ശരീരത്തിൽ ഹലോ എന്ന് എഴുതുന്നു. ഇവിടെ നമ്മുടെ നായിക പൂജയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് മടങ്ങുമ്പോൾ ദൂരെ നിന്ന് ആരോ നായികയെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് ആ വീട്ടിലെ ഇളയ മരുമകൾ ശ്രദ്ധിച്ചിട്ട് ചേച്ചി ആരോ നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. അയാൾ ഹെൽമെറ്റ് ഒക്കെ വെച്ച് മുഖം മറച്ചിരിക്കുകയാണ്. ആരാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് പോയി. ഇവിടെ നമ്മുടെ ഹീറോ നീന എൻ്റെ മുതുകിൽ എഴുതിയത് വേഗം മായ്ക്ക്, എൻ്റെ വീട്ടിൽ പൂജ തുടങ്ങാറായി, ബന്ധുക്കളെല്ലാം വന്നിട്ടുണ്ട്, എൻ്റെ ഭാര്യ എനിക്കായി കാത്തിരിക്കുന്നുണ്ടാവും, വേഗം മായ്ക്കുക എന്ന് പറഞ്ഞ് അത് മായ്പ്പിക്കുന്നു. വീട്ടിൽ ദേവിയെ കൊണ്ടുവന്ന് വെച്ച് പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം അടുക്കി വെക്കുകയാണ്. അപ്പോൾ നായികയുടെ അമ്മായിയമ്മ വന്ന് മരുമകളെ എൻ്റെ മോൻ ബോസ് എവിടെ പോയി, അവനെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ജോലിയുടെ ആവശ്യത്തിനായി പുറത്തു പോയിരിക്കുകയാണ് എന്ന് നന്ദിത മറുപടി പറയുന്നു. എന്തു പെണ്ണാ നീ, ഭർത്താവിനെ സാരി തുമ്പിൽ കെട്ടിടാൻ നിനക്ക് അറിയില്ലേ, ആ ട്രിക്ക് പോലും നിനക്ക് അറിയില്ലേ എന്ന് ചോദിച്ച് കളിയാക്കാണ്. ആ സമയത്ത് തന്നെ നന്ദിത പൂജയ്ക്കുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് നടുമുറ്റത്ത് ടപ്പ് എന്ന് വെക്കുന്നു. അപ്പോൾ അമ്മായിയമ്മ ഒരു സാധനം പോലും നേരെ ചുവേ കൊണ്ടുവരാൻ നിനക്ക് അറിയില്ലേ എന്ന് പറഞ്ഞ് നന്ദിതയെ വഴക്കും പറയുന്നുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് ഹീറോയുടെ 2ാമത്തെ അനിയൻ വരികയാണ്. ഇയാൾക്ക് ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അതേസമയം നന്ദിതയുടെ മകൾ ഓടി വന്ന് അമ്മ ഫോണിൽ മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കുന്നു, എന്താണെന്ന് നോക്കുക എന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തിട്ട് പോവാണ്. നന്ദിത ആ ഫോൺ തുറന്നു നോക്കിയപ്പോൾ അതിലാണ് ആ ഞെട്ടിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നത്. ഏതോ ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന് നന്ദിതയ്ക്ക് തന്റെ ഭർത്താവ് ബോസ് ആ നീന എന്ന പെൺകുട്ടിയുമായി അടുത്തിടപഴകുന്ന വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അത് കണ്ടവർക്ക് ഒന്നും മനസ്സിലാവാതെ ആ സാധനങ്ങൾ അവിടെ ഇട്ടിട്ട് പോവാണ്. എന്തൊരു അഹങ്കാരത്തോടെയാണ് അവൾ പോകുന്നതെന്ന് നോക്കിയേ എന്ന് അമ്മായിയമ്മ വിളിച്ചു പറയുന്നു. നേരെ റൂമിലേക്ക് പോയിട്ട് ആ വീഡിയോ വീണ്ടും വീണ്ടും പ്ലേ ചെയ്ത് നോക്കുകയാണ്. ഇത് തന്റെ ഭർത്താവ് തന്നെയാണോ എന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ആ വീഡിയോയിൽ ഭർത്താവിന്റെ മുഖം വ്യക്തമല്ല. അയാളുടെ മുതുകിൽ മാത്രം ഹലോ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബോസ് വീട്ടിലേക്ക് വരാണ്. തൻ്റെ 2 അനിയന്മാരുമായി സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. എന്താ പൂജയൊക്കെ തുടങ്ങിയോ, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം, ഒരാഴ്ച നമുക്ക് അടിച്ചു പൊളിക്കണം എന്ന് പറഞ്ഞ് മുകളിലേക്ക് തൻ്റെ റൂമിലേക്ക് വരുന്നു. ഭാര്യ നന്ദിതയോടെ ഇന്ന് ജോലി കുറച്ച് കൂടുതലായിരുന്നു, ഒരുപാട് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കുളിക്കാനായി ഷർട്ട് ഊരി മാറ്റുന്നു. അപ്പോഴാണ് നന്ദിത അയാളുടെ മുതുകിൽ ഹലോ എന്ന് എഴുതിയിരുന്ന് മാച്ചെങ്കിലും അതിന്റെ പാടുകൾ ശ്രദ്ധിക്കുന്നത്. ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് എവിടെ പോയിട്ടാണ് വരുന്നത്, എനിക്കൊന്നും അറിയില്ലെന്നാണോ വിചാരിക്കുന്നത്, ആരാണ് ആ പെണ്ണ് എന്ന് ചോദിച്ച് നന്ദിത ദേഷ്യപ്പെടാണ്. ബോസിന് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് തൻ്റെ ഫോണിൽ വന്ന ആ വീഡിയോ നന്ദിത കാണിക്കുന്നത്. അത് കണ്ട് ഭർത്താവ് അവിടെ തന്നെ തകർന്നിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഒരു കല്യാണം വേണോ എന്ന് ചോദിച്ച് കയ്യിലുണ്ടായിരുന്ന മോതിരം ഊരി ഭർത്താവിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയാണ്. അങ്ങനെ ദേഷ്യപ്പെട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അമ്മായിയമ്മ എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദിതയ്ക്ക് ഒരു സംശയം, നമ്മുടെ ഫോണിലേക്ക് ആരായിരിക്കും ഈ വീഡിയോ അയച്ചിട്ടുണ്ടാവുക? അതേ സംശയം തന്നെ ഭർത്താവിനും ഉണ്ടായിരുന്നു. ഞാനും നീനയും ഒന്നിച്ചുണ്ടായിരുന്നത് നീനയുടെ വീട്ടിൽ വെച്ചാണ്, സുരക്ഷിതമായിട്ടാണ് ഇരുന്നത്, പിന്നെ എങ്ങനെ ഈ വീഡിയോ പുറത്തു വന്നു എന്ന് അയാൾക്ക് മനസ്സിലായില്ല. ബോസ് തന്റെ ഫോൺ എടുത്ത് പുറത്തുപോയി നീനയ്ക്ക് കോൾ ചെയ്യുന്നു. എന്താ ഡാർലിംഗ്, വീട്ടിലെത്തിയ ഉടനെ എന്നെ ഓർമ്മ വന്നോ, വേണമെങ്കിൽ തിരിച്ചു വാ എന്ന് നീന പറയുന്നുണ്ട്. അതൊന്നുമല്ല, നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നത്, നീ വീഡിയോ എടുത്തോ എന്ന് ബോസ് ചോദിക്കുന്നുണ്ട്. അയ്യോ, ഞാനെന്തിനാ അങ്ങനെ വീഡിയോ എടുക്കണം എന്ന് നീന മറുപടി പറയുന്നു. പിന്നെ എന്റെ ഭാര്യയുടെ ഫോണിലേക്ക് ആരാണ് നമ്മുടെ വീഡിയോ അയച്ചത് എന്ന് ചോദിക്കുമ്പോൾ നീനയും ഞെട്ടാണ്. എന്ത്, വീഡിയോ ലീക്കായോ? ആരായിരിക്കും എടുത്തിട്ടുണ്ടാവുക? വീട്ടിലാരോ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, വേഗം ഇങ്ങോട്ടേക്ക് വാ, എനിക്ക് പേടിയാവുമെന്ന് അവൾ പറയുന്നുണ്ട്. ഇവിടെ ഹീറോയുടെ വീട്ടിലെ ഇളയ മരുമകൾ നന്ദിതയെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നന്ദിത ഒരിടത്ത് നിന്ന് കരയുന്നത് കാണുന്നു. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ് നടന്ന സംഭവങ്ങളെല്ലാം നന്ദിത പറയുന്നത്. അയ്യോ, മാമനാണോ ഇങ്ങനെ ചെയ്തത് എന്ന് ആ പെൺകുട്ടിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവിടെ ബോസ് നീനയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടുത്തെ വേലക്കാരെയെല്ലാം പരിശോധിക്കുന്നു. നീനയും ആകെ ടെൻഷനിലാണ്. വീട് മുഴുവൻ പരിശോധിച്ചിട്ടും എവിടെയും ക്യാമറ കണ്ടെത്താനായില്ല. ഇത് ആരാണ് ചെയ്തതെന്ന് അവർക്കും മനസ്സിലാവുന്നില്ല. ഇവിടെ നന്ദിത കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഇളയ മരുമകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വല്ല ഡിറ്റക്റ്റീവിനെയും വെച്ചിരുന്നോ, ആരായിരിക്കും നിങ്ങൾക്ക് ആ വീഡിയോ അയച്ചത് എന്ന്? അറിയില്ല, ഏതോ പ്രൈവറ്റ് നമ്പറിൽ നിന്നാണ് വന്നത് എന്ന് നന്ദിത പറയുന്നു. അവരും ആരാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇവിടെ ഹീറോ നീനയോട് എൻ്റെ ഭാര്യ ദേഷ്യത്തിൽ അവളുടെ കല്യാണ മോതിരം വരെ ഊരിക്കളഞ്ഞു, ഇത് നോക്കുക എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. ഇവിടെ നന്ദിതയെ സമാധാനിപ്പിച്ച് ഇളയ മരുമകൾ താഴേക്ക് കൊണ്ടുവരാണ്. അപ്പോഴാണ് അമ്മായിമ്മ വന്ന് പൂജ നടക്കുമ്പോൾ മുകളിൽ എന്ത് ചെയ്യുക,
നന്ദിത വെറുതെ എൻ്റെ മോൻ ബോസുമായി വഴക്കിടാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അത് നിങ്ങളുടെ മോനോട് പോയി പറയും, രാത്രി മുഴുവൻ എവിടെ പോയിട്ടാണ് വന്നതെന്ന് അവനോട് ചോദിക്കുക എന്ന് നന്ദിത മറുപടി പറയുന്നു. ഒരു ആൺകുട്ടി രാത്രി എവിടെ വേണമെങ്കിലും പോകും, പെണ്ണായ നീയാണ് അവനെ സാരിത്തുമ്പിൽ കെട്ടിയിടേണ്ടത് എന്ന് അമ്മായിമ്മ പറയുന്നു. ഭർത്തൃ വീട്ടിൽ അമ്മായിമ്മ പോലും നായികയെ മനസ്സിലാക്കുന്നില്ല. ഇവിടെ നീന നായിക ഊരിക്കളഞ്ഞ മോതിരം വാങ്ങി തന്റെ കയ്യിലിടുന്നു. ഇത് കണ്ട് ഹീറോ ഞെട്ടാണ്. അത് അവളുടെ മോതിരമാണ്, ഇങ്ങോട്ടേക്ക് താ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ, എനിക്കിട്ട പറ്റില്ലേ? ഇപ്പോൾ തന്നെ അവളെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വാ, എല്ലാം അറിഞ്ഞില്ലേ, എന്നെ കല്യാണം കഴിക്കേ, നമുക്ക് പുതിയ ജീവിതം തുടങ്ങാം എന്ന് നീന പറയുന്നു. എന്താ നീ പറയുന്നത്? എനിക്ക് 2 കുട്ടികളുണ്ട്, അവരെയും എൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഹീറോ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവിടെ നായികയുടെ ഭർത്തൃ വീട്ടിലേക്ക് ഒരു അജ്ഞാതൻ ഹെൽമെറ്റൊക്കെ വെച്ച് വന്ന് ഒരു പൂച്ചെണ്ട് കൊടുത്തിട്ട് പോവാണ്. അത് നന്ദിതയുടെ മകൾ വാങ്ങി നന്ദിതയുടെ കയ്യിൽ കൊടുക്കുന്നു. കുടുംബത്തിലുള്ള എല്ലാവരും ഇത് കാണുന്നുണ്ട്. ആരാണ് കൊടുത്തതെന്ന് ആർക്കും മനസ്സിലായില്ല. രാവിലെ നന്ദിതയും ബോസും വഴക്കിട്ടതുകൊണ്ട് ഭാര്യയെ സമാധാനിപ്പിക്കാൻ ബോസ് തന്നെയാകും ഇത് കൊടുത്തതെന്ന് വീട്ടുകാർ വിചാരിക്കുന്നു. ആ പൂച്ചെട്ടിനുള്ളിൽ ഒരു മോതിരവും ഉണ്ടായിരുന്നു, ഒരു ഡയമണ്ട് മോതിരം. ഇത് തീർച്ചയായിട്ടും ബോസ് തന്നെ കൊടുത്തായിരിക്കുമെന്ന് വീട്ടുകാർ കരുതുകയാണ്. നന്ദിത ആ മോതിരം എടുത്ത് ഇട്ട് നോക്കുകയാണ്. എന്നാൽ ആ മോതിരം അവർക്ക് പാകമായില്ല. അപ്പോൾ ഇളയ മരുമകൾ നന്ദിതയോട് എന്താ ചേച്ചി പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതെന്റെ ഭർത്താവ് ബോസ് അയച്ചതാവില്ല, മറ്റാരുമാണ്. ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി അയച്ചതാണ്. കാരണം എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ഞാൻ ഊരിയെറിഞ്ഞ എൻ്റെ വെഡ്ഡിംഗ് റിംഗ് ഉണ്ടാവും. അദ്ദേഹമാണ് അയച്ചതെങ്കിൽ അളവ് കൃത്യമായന്. എൻ്റെ അളവ് അറിയാതെയാണ് അയച്ചിരിക്കുന്നതെങ്കിൽ അത് മറ്റാരും ആയിരിക്കണം. ആരാണ് ഈ വേല ഒപ്പിക്കുന്നത് എന്ന് നന്ദിത ആലോചിക്കുകയാണ്. അങ്ങനെ ബോസ് നീനയുടെ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അനിയന്മാരെല്ലാം ഭാര്യയ്ക്ക് രഹസ്യമായി മോതിരം അയച്ച് സമാധാനിപ്പിക്കാൻ നോക്കുകയാണോ എന്ന് ചോദിച്ച് കളിയാക്കുന്നു. ഞാൻ ഒരു മോതിരം അയച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ബോസും സംശയത്തിലാവുന്നു. ഇതെല്ലാം ഇളയ മരുമകളും കേൾക്കുന്നുണ്ടായിരുന്നു. ബോസ് നേരെ ഭാര്യയുടെ അടുത്തേക്ക് വന്ന്, ആരാണ് നിനക്ക് ഈ മോതിരം അയച്ചത്? ഓ, നീ എന്നോട് ഇന്നലെ വഴക്കിട്ടത് കണ്ട് എനിക്ക് വേറെ ബന്ധമുണ്ടെന്ന് കരുതിയാണ് നീ വഴക്കിട്ടതെന്ന് ഞാൻ വിചാരിച്ചു. നീ നിന്റെ ബന്ധം മറച്ചു വയ്ക്കാനാണ് എന്നോട് വഴക്കിട്ടത്. സത്യം പറ, നിനക്ക് ആരുമായിട്ടാണ് ബന്ധം? ഏതാണിൻ്റെ കൂടെയാണ് നീ കറങ്ങി നടക്കുന്നത് എന്ന് പറഞ്ഞ് വഴക്കിടാണ്. നിങ്ങളെ തെറ്റ് മറയ്ക്കാൻ എൻ്റെ മേലെ കുറ്റം ചുമത്തരുത്. എൻ്റെ കയ്യിൽ വീഡിയോ തെളിവുണ്ട്, അങ്ങോട്ടേക്ക് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് നന്ദിത അവിടെ നിന്ന് പോവാണ്. അന്ന് രാത്രി ഭർത്താവിൻ്റെ റൂമിൽ നിന്ന് മാറി തൻ്റെ മകൾ കിടക്കുന്ന റൂമിൽ വന്ന് കിടക്കാണ്. അപ്പോൾ നന്ദിതയുടെ ഫോണിലേക്ക് അതേ പ്രൈവറ്റ് നമ്പറിൽ നിന്ന് മറ്റൊരു വീഡിയോ കൂടി വരുന്നു. അത് അവരുടെ ഭർത്താവ് രണ്ടാമതും നീനയുടെ വീട്ടിൽ പോയപ്പോഴുള്ള വീഡിയോ ആയിരുന്നു. അതിലും ഭർത്താവും ആ പെണ്ണും ഒന്നിച്ചുള്ളതും അടുത്തുള്ള ഒരു തലേണയിൽ റിമെമ്പർ മീ എന്നൊരു വാക്ക് എഴുതിയിരിക്കുന്നതായും കാണാമായിരുന്നു. അത് കണ്ട് നന്ദിത വീണ്ടും തകരാണ്. അടുത്ത ദിവസം രാവിലെ പതിവ് പോലെ പൂജകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇളയ മരുമകൾ നന്ദിതയോട് വന്ന്, ചേച്ചി, നിങ്ങൾക്കൊരു നമ്പറിൽ നിന്ന് തുടർച്ചയായി വീഡിയോ വരുന്നുണ്ടല്ലോ, ആ നമ്പർ ആരുടേതാണെന്ന് കണ്ടുപിടിക്കാം. എൻ്റെ ഒരു സുഹൃത്ത് സിം കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്, ഇവനോട് ചോദിക്കാം എന്ന് പറയുന്നു. അവർ വീട്ടിൽ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി വരാം എന്ന് പറഞ്ഞ് അവർക്ക് വന്ന ആ പ്രൈവറ്റ് നമ്പർ അവിടെയുള്ള ആ പയ്യന്റെ കയ്യിൽ കൊടുത്ത് ഈ നമ്പർ ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് അന്വേഷിക്കുന്നു. ദേവാശോം എന്നൊരു പേരിലാണ് ആ സിം കാർഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് അയാൾ പറയുന്നു. ദേവാശോം എന്ന പേരിൽ തനിക്ക് ശത്രുക്കൾ ആരും ഇല്ലല്ലോ, ഒരുപക്ഷെ കോളേജിൽ പഠിച്ച ആരെങ്കിലും ആയിരിക്കോ, അവരായിരിക്കോ പ്രതികാരം ചെയ്യാൻ ഈ പൂച്ചേട്ടും വീഡിയോയും അയക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് നന്ദിത തന്റെ കോളേജ് കൂട്ടുകാർക്കൊക്കെ ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്. അവർക്കും അങ്ങനെ ഒരു പേര് കേട്ടതായി ഓർമ്മയില്ല. നന്ദിത ഈ സിം കമ്പനിയിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവ് പതിവ് പോലെ ആ നീനയുടെ കൂടെ കറങ്ങാൻ പോയിരിക്കുകയാണ്. ഭർത്താവിൻ്റെ അനിയന്മാരോട് എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ കോളേജ് റീയൂണിയൻ ആണെന്ന് പറഞ്ഞു പോയി എന്ന് മറുപടി പറയാണ്. എന്നാൽ നമ്മുടെ ആള് ആ നാട്ടിലെ ഒരു എക്സിബിഷൻ കാണാൻ നീനയും കൂട്ടിക്കൊണ്ട് പോയിരിക്കുകയായിരുന്നു. പതിവ് പോലെ ഇവർ രണ്ടുപേരും പോകുന്നത് ഒരു അജ്ഞാതൻ പിന്നിൽ നിന്ന് വീഡിയോ എടുത്ത് നമ്മുടെ നായിക നന്ദിതയ്ക്ക് അയച്ചു കൊടുക്കുന്നു. നന്ദിതയും ആ വീഡിയോ കാണുന്നുണ്ട്. എന്ത് റീയൂണിയൻ, ഏതൊരു പെണ്ണിന്റെ കൂടെ കറങ്ങി നടക്കുന്നു, ഇവളാണോ ആ പെണ്ണ്? ഓ, എക്സിബിഷൻ ആണ് പോകുന്നത്, ഇപ്പൊ തന്നെ അവിടെ പോയി കൈയോടെ പിടികൂടാം എന്ന് നന്ദിത തീരുമാനിക്കുന്നു. അവർ വേഗത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലുള്ള ഭർത്താവിന്റെ അനിയന്മാരും ഭാര്യമാരും എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്ന് റിലാക്സ് ആകാൻ എക്സിബിഷൻ വരെ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ അവരെല്ലാവരും നന്ദിതയുടെ കൂടെ വരുന്നു. ഇവിടെ നമ്മുടെ ഹീറോ നീനയുടെ കൂടെ എക്സിബിഷനിൽ തോക്കുകൊണ്ട് ഷൂട്ട് ചെയ്തും പഞ്ഞിമിഠായി വാങ്ങിയും ഒക്കെ അടിച്ചു പൊളിക്കുകയാണ്. അതേ എക്സിബിഷനിലേക്ക് നന്ദിതയും കുടുംബവും എത്തുകയാണ്. നന്ദിയുടെ കണ്ണുകൾ ഭർത്താവിനെയും അവന്റെ കൂടെയുള്ള പെണ്ണിനെയും തിരയുകയായിരുന്നു. അവളെ കണ്ടുപിടിച്ച് പിച്ച് ചീന്തണം എന്ന ദേഷ്യത്തിലായിരുന്നു അവർ. അങ്ങനെ മൈലാഞ്ചി ഇടാൻ വേണ്ടി നീന പോയപ്പോൾ അവിടെ ഹീറോ നിൽക്കുന്നത് നന്ദിത കാണുന്നുണ്ട്. ഹീറോയെ കണ്ടതും ദേഷ്യത്തോടെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് ഒളിക്കുകയാണ്. താഴെ മൈലാഞ്ചി ഇടുന്ന പെണ്ണാണ് തന്റെ ഭർത്താവിന്റെ കൂടെ ബന്ധമുള്ളവൾ എന്ന് നന്ദിതയ്ക്ക് അപ്പോൾ മനസ്സിലാവുന്നില്ല. കുടുംബക്കാർ സമയമായി എന്ന് പറഞ്ഞ് നന്ദിതയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവാണ്. അങ്ങനെ ഹീറോ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അയാൾ നീനയുടെ അടുത്ത് വന്ന്, എൻ്റെ ഭാര്യ നമ്മളെ തേടി ഇവിടെ വന്നിരിക്കുന്നുണ്ട്, ഭാഗ്യത്തിന് അവൾ എന്നെ കണ്ടില്ല, വാ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോവാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്നു. അടുത്ത ദിവസം രാവിലെ പതിവ് പോലെ ഭർത്താവ് വീട്ടിൽ വരുന്നു. നടുമുറ്റത്ത് വെച്ച് തന്നെ നന്ദിത രാത്രി മുഴുവൻ ഏത് പെണ്ണിന്റെ കൂടെ കറങ്ങിയിട്ടാണ് വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് അമ്മായിയമ്മയും കേൾക്കുന്നുണ്ട്. എന്താടി നീ എൻ്റെ മോനോട് കയർത്ത് സംസാരിക്കുന്നോ എന്ന് ചോദിച്ച് അമ്മായിയമ്മ ദേഷ്യപ്പെടുന്നു. അമ്മേ നോക്കിയേ, അവൾ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് ഹീറോയും പറയുന്നുണ്ട്. അപ്പോൾ നന്ദിതയ്ക്ക് ദേഷ്യം വന്ന്, ഓ ഞാൻ നുണ പറയുകയാണല്ലേ,
എൻ്റെ ഫോണിലുള്ള വീഡിയോ കാണിക്കണോ അതോ കാണിക്കണ്ടേ എന്ന് ചോദിച്ച് ഒച്ച വയ്ക്കുന്നു. ഭർത്താവ് ഒന്ന് ഭയപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ഇളയ മരുമകൾ വന്ന് നന്ദിതയെ സമാധാനിപ്പിച്ച് കൊണ്ടുപോകുന്നു. ഭർത്താവ് തനിച്ച് റൂമിലിരിക്കുമ്പോൾ നന്ദിത ചെന്ന് ആ പെണ്ണിന്റെ പേരെന്താ അതെങ്കിലും എന്നോട് പറയേ എന്ന് ചോദിക്കുന്നു. ഭർത്താവ് ആദ്യം നിഷേധിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ നന്ദിത തന്റെ മകളെ വിളിച്ച് മോളോട് ഞാൻ സത്യം പറയണോ എന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് പേടിച്ച് ആ പെണ്ണിന്റെ പേര് നീന എന്നാണെന്ന് സമ്മതിക്കുന്നു. മറുവശത്ത് നീന നമ്മുടെ ഹീറോ ബോസിന് കോൾ ചെയ്ത് വീട്ടിലെല്ലാം ഓക്കെ ആണോ, നീ പിടിച്ചു നിന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം ഞാൻ നോക്കിക്കോളാം, ഞാൻ വിളിക്കുമ്പോൾ മാത്രം നീ ഫോൺ എടുത്താൽ മതി, നീ ആയിട്ട് എന്നെ വിളിക്കരുത്, ഇവിടെ ആകെ പ്രശ്നത്തിലാണ് എന്ന് ബോസ് പറയുന്നുണ്ട്. എന്താ എന്നെ ഒഴിവാക്കുകയാണോ എന്ന് നീന ചോദിക്കുന്നുണ്ട്. അതെ, എൻ്റെ വീട്ടിൽ പൂജ നടക്കാൻ പോവാണ്, ഞങ്ങളെല്ലാവരും ഡാൻസ് കളിക്കാൻ പോവാണ്, ഇത് ഫാമിലി ടൈമാണ്, കുറച്ചു നേരം ഞങ്ങൾ വെറുതെ വിട് എന്ന് അയാൾ പറയാണ്. എന്ത് ഡാൻസ് കളിക്കാൻ പോവാണെന്നോ, എങ്കിൽ എനിക്കത് കാണണം, വെയിറ്റ് ചെയ്യേ, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് നീന ഫോൺ വയ്ക്കുകയാണ്. കുടുംബം ഒന്നാകെ പൂജയോടനുബന്ധിച്ചുള്ള ഡാൻസ് കളിക്കാൻ തുടങ്ങുകയാണ്. ആദ്യം സ്ത്രീകളെല്ലാം ചേർന്ന് ഡാൻസ് കളിക്കുന്നു. നന്ദിതയും ഡാൻസ് ചെയ്യുന്നു. ഇവിടെ ഹീറോ നീന വീട്ടിലേക്ക് വരുന്നത് തടയാനായി അവളുടെ വീട്ടിലേക്ക് പോയി നോക്കുകയാണ്. എന്നാൽ നീനയുടെ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇവിടെ നന്ദിത ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ വീട്ടിലേക്ക് ഒരു അജ്ഞാത സ്ത്രീ വന്ന് തന്നെ തുറിച്ചു നോക്കിയിരിക്കുന്നത് ശ്രദ്ധിക്കുന്നു. ഒരുപക്ഷെ ഭർത്താവിന് ബന്ധമുള്ള ആ നീന എന്ന പെൺകുട്ടി ഇവളാണോ എന്ന് സംശയിച്ച് ആ പെൺകുട്ടിയെ പിന്തുടർന്ന് പോവാണ്. അപ്പോഴേക്കും നീന ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഹീറോയും വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ ഐ ലവ് യു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് അവസാനം നീനയെ കണ്ടപ്പോൾ അവൾ എഴുതിയതാണ്. ഇയാളത് ശ്രദ്ധിച്ചിരുന്നില്ല. അത് ഹീറോയുടെ മകൾ കണ്ട് ഹാളിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത് വിളിച്ചു പറയുന്നു. ഹീറോ ഞെട്ടാണ്. ഉടനെ നന്ദിതയോട് തമാശയ്ക്ക് എഴുതിയതാണെന്ന് പറഞ്ഞ് ഭാര്യയുടെ മേൽ പഴിചാരുന്നു. ഭർത്താവിന്റെ മാനം പോകരുതെന്ന് കരുതി നന്ദിതയും അതെ ഞാനാണ് എഴുതിയത് എന്ന് സമ്മതിക്കുന്നു. എന്നാൽ അവരുടെ മനസ്സിൽ നിറയെ ദേഷ്യമായിരുന്നു. അതേസമയം നന്ദിതയ്ക്ക് മറ്റൊരു സൂചന കൂടി ലഭിക്കുന്നു. ഓരോ തവണ ഭർത്താവിന്റെ വീഡിയോ ഫോണിൽ വരുമ്പോഴും എന്തെങ്കിലും ഒരു വാക്ക് എഴുതിയിട്ടുണ്ടാവും. ആ വാക്കുകളെല്ലാം അവർ ചേർത്ത് വായിച്ചു നോക്കുന്നു. ഹലോ, റിമെമ്പർ മീ, മൂന്നാമത് എക്സിബിഷനിൽ വെച്ച നീനയുടെ മുതുകിൽ മൈലാഞ്ചി കൊണ്ട് ഐ നീഡ് യു എന്നെഴുതിയിരുന്നു. ഇപ്പോൾ നാലാമത്തെ വാക്ക് ഐ ലവ് യു. നാലും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഹലോ, എന്നെ ഓർമ്മയുണ്ടോ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, കാരണം ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്ന് വരുന്നു. ഇതിലൂടെ ആരോ തന്നോട് എന്തോ ഒരു സന്ദേശം പറയാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഒരുപക്ഷെ ഈ സമ്മാനങ്ങളും ഡയമണ്ട് മോതിരവും അയച്ച ദേബാശവും തന്നെ ആയിരിക്കുമോ ഈ വീഡിയോകൾ എടുത്ത് ഇങ്ങനെ സന്ദേശങ്ങൾ അയക്കുന്നതെന്നും നന്ദിത ചിന്തിക്കുന്നു. ഇവിടെ ഹീറോയോട് അമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്, നീ നിന്റെ ഭാര്യയോട് ആത്മാർത്ഥതയുള്ളവൻ തന്നെയാണോ എന്ന്. എന്തിനാ എന്നോട് മാത്രം ചോദിക്കുന്നത്, അവളോട് ചോദിക്കില്ലേ, അവളോട് പോയി ചോദിക്കേ ദേബാശവും ആരാണെന്ന് എന്ന് ഹീറോ മറുപടി പറയുന്നു. അമ്മായിയമ്മ നേരെ മരുമകളുടെ അടുത്തേക്ക് വന്ന് നീ എന്തൊക്കെയോ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കേട്ടല്ലോ, ആരാണ് ഈ ദേബാശവും എന്ന് ചോദിക്കുന്നു. ആരാ നിങ്ങളുടെ മോൻ പറഞ്ഞോ, ആദ്യം അവനോട് പോയി നീന ആരാണെന്ന് ചോദിക്കേ എന്ന് നന്ദിതയും പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചിന്തിച്ച് അമ്മായിയമ്മയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ഹീറോ നീനയ്ക്ക് കോൾ ചെയ്യുന്നുണ്ട്. നീന ഫോൺ എടുക്കുന്നു. എന്തിനാ ഇങ്ങനെ എന്നെ ടോർച്ചർ ചെയ്യുന്നത്, എന്തിനാ എൻ്റെ വീട്ടിലേക്ക് വന്നത്, എന്നെ സമാധാനമായി ജീവിക്കാൻ വിടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ ചിരിക്കുകയാണ്. ഇവിടെ നന്ദിത ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നത്തിൽ ഈ നീന വന്ന് ഐ നീഡ് യു എന്ന് പറയുന്നത് പോലെ തോന്നുന്നു. നന്ദിത ഞെട്ടിയുണരാണ്. ഉറക്കം വരാതെ ഭർത്താവിന്റെ റൂമിൽ പോയി അയാളുടെ ഫോൺ എടുത്ത് നോക്കാണ്. അപ്പോൾ ആ ഫോണിലേക്ക് നീന കോൾ ചെയ്യുന്നുണ്ട്. എന്താ അപ്പോഴേക്കും ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട നന്ദിതയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നന്ദിത ചെറുതായി ആ എന്ന് മൂളുന്നു. ഉടനെ നീന നന്ദിത നീയാണോ ഫോണിൽ എന്ന് നന്ദിതയുടെ പേര് കൃത്യമായി പറയുന്നു. വെറുമൊരു ആ ശബ്ദം വെച്ച് നന്ദിതയാണെന്ന് അവൾ തിരിച്ചറിയാണ്. അപ്പോഴേക്കും ഭർത്താവ് ഉണർന്ന് എന്റെ അനുവാദമില്ലാതെ എന്റെ ഫോൺ എന്തിനാ എടുക്കുന്നത് എന്ന് ചോദിച്ച് ഫോൺ വാങ്ങി വെക്കുകയാണ്. അടുത്ത ദിവസം നേരെ നീനയുടെ വീട്ടിലേക്ക് ചെന്ന് എന്തിനാ നീ ഇന്നലെ രാത്രി എന്റെ വീട്ടിലേക്ക് വന്നത് എന്നൊക്കെ ഹീറോ ചോദിക്കുന്നുണ്ട്. നീനയ്ക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. എന്തിനാ ദേഷ്യപ്പെടുന്നത്, നീ എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്, പക്ഷെ നിന്റെ ഭാര്യയെ ഞാൻ കണ്ടു, അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നിന്നെ ഒഴിവാക്കിയിട്ട് നിന്റെ ഭാര്യയെ വളച്ചെടുത്താലോ എന്ന് വരെ എനിക്ക് തോന്നി എന്ന് പറഞ്ഞ് നീന ചിരിക്കുകയാണ്. ഒരു പെണ്ണും തമ്മിൽ എങ്ങനെയാ പ്രണയിക്കാൻ കഴിയുന്നത്, വെറുതെ കളിക്കാതെ എന്ന് ഹീറോ പറയുമ്പോൾ ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ എന്ന് പറഞ്ഞ് നീന അയാളെ കെട്ടിപ്പിടിക്കുന്നു. എന്നാൽ അതിലൊരു രഹസ്യം ഉണ്ടായിരുന്നു, അത് നമ്മൾ പിന്നീട് കാണും. പെട്ടെന്ന് നീന റെസ്റ്റ് റൂമിൽ പോയി സാരിയെല്ലാം മാറ്റി ഒരു മണവാട്ടിയുടെ വേഷത്തിൽ വരുന്നു. കാണാൻ നമ്മുടെ നന്ദിതയെ പോലെ തന്നെയുണ്ട്. അത് കണ്ട് ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നീ എന്തിനാ എൻ്റെ ഭാര്യയെ പോലെ വേഷം കെട്ടി വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ദിവസം നിന്റെ ഭാര്യയെ ജീവിക്കാൻ എനിക്കൊരാഗ്രഹം എന്നവൾ പറയുന്നു. അതിലെന്താ ഇത്ര ആഗ്രഹം എന്നയാൾ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ആയാലല്ലേ എനിക്ക് നിന്റെ ഭാര്യയെ നിന്റെ കൂടെ ജീവിക്കാൻ പറ്റൂ എന്നവൾ മറുപടി പറയുന്നു. അങ്ങനെ അവർ വീണ്ടും അടുത്തിടപഴകുന്നു. ആ വീഡിയോയും നന്ദിതയുടെ ഫോണിലേക്ക് എത്തുന്നുണ്ട്. അവർ വീണ്ടും തകർന്നു പോവാണ്. ആരാണിത് അയച്ചുകൊണ്ടിരിക്കുന്നത്, അയാളും നിർത്തില്ല, ഇവരും അയക്കുന്നത് നിർത്തുന്നില്ല. ഇനിയും എനിക്കിത് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവർ സങ്കടപ്പെടുകയാണ്. അപ്പോൾ ഇളയ മരുമകൾ വന്ന് ചേച്ചി ആരാണെന്ന് ചോദിച്ചാൽ ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചു നോക്ക് എന്ന് പറയുന്നു. നന്ദിത ആരാണിത് എന്നൊരു മെസ്സേജ് അയക്കുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ നന്ദിതയുടെ ഫോണിലേക്ക് നാളെ രാത്രി 7 മണിക്ക് ഒരു പബ്ബിൽ വെച്ച് കാണാം എന്ന് മറുപടി വരുന്നു. ഈ വിവരം ഇളയ മരുമകളോട് പറയുന്നുണ്ട്. ചേച്ചി എങ്ങനെ വീട്ടിൽ സമ്മതിക്കില്ലല്ലോ, നാളെ പൂജയല്ലേ എന്ന് അവൾ ചോദിക്കുകയാണ്. നോക്കട്ടെ എന്ന് പറഞ്ഞ് അവരൊരു പ്ലാൻ ചെയ്യുന്നു. അടുത്ത ദിവസം പൂജയുടെ ഘോഷയാത്ര പോകുമ്പോൾ ഭർത്താവും മറ്റുള്ളവരും അവിടെയുണ്ട്. അപ്പോൾ നന്ദിതയ്ക്ക് പെട്ടെന്ന് വയറുവേന വരുന്നത് പോലെ അഭിനയിച്ച് എനിക്ക് നടക്കാൻ വയ്യ, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ വീട്ടിൽ വിശ്രമിക്കാമെന്ന് പറഞ്ഞ് നേരെ ആ പബ്ബിലേക്ക് ഓടി വരാണ്.
അങ്ങനെ തനിക്ക് വീഡിയോ അയക്കുന്നത് ആരാണെന്ന് അറിയാനായി അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയെ മയക്കി കൂടെ കിടന്ന നീനയാണ് അവിടെ ഇരിക്കുന്നത്. അത് കണ്ട നായികയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഈ പെണ്ണല്ല അന്ന് വീട്ടിൽ വന്നത്, ഇവളല്ലേ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ബന്ധമുള്ളവൾ, ഇവളാണോ നമുക്ക് മെസ്സേജ് അയക്കുന്നത്, ഇതെന്താ കഥ എന്ന് ആലോചിക്കുകയാണ്. അപ്പോഴേക്കും നീന അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോവാണ്. അതേസമയം നന്ദിതയെ ഭർത്താവ് ബോസ് പിന്തുടർന്ന് വന്നിരുന്നു. നീ എന്താ ഈ പബ്ബിൽ? ഓ, നിന്റെ കാമുകനെ കാണാൻ വന്നതാണല്ലേ എന്ന് ചോദിച്ച് ആ പബ്ബിലിട്ട് നന്ദിതയെ വഴക്ക് പറയുന്നു. എന്റെ കാമുകനല്ല, നിങ്ങളുടെ കാമുകിയാണ് ആ പബ്ബിലുള്ളത്, അതും എന്നെ പോലെ വേഷം കെട്ടി മണവാട്ടിയുടെ കോലത്തിൽ. നിങ്ങൾ അവളെ കല്യാണം കഴിച്ചോ എന്ന് നന്ദിത തിരിച്ചു ചോദിക്കുന്നു. അയ്യോ, ഇത്തവണ നമ്മൾ തന്നെയാണോ കുടുങ്ങിയത് എന്ന് ഹീറോ ചിന്തിക്കുകയാണ്. അതെ, നീന കല്യാണ വേഷത്തിലായിരുന്നു, അത് ഇവൾക്ക് എങ്ങനെ അറിയാം എന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല. നേരെ ഹീറോ നീനയുടെ വീട്ടിലേക്ക് പോവാണ്. നീ എൻ്റെ ഭാര്യയെ കാണാനാണോ പബ്ബിൽ വന്നത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ തന്നെ അങ്ങോട്ടേക്ക് വരുന്നത്, നോക്ക് എൻ്റെ സുഹൃത്തുക്കൾ വീട്ടിൽ വന്നിട്ടുണ്ട്, ഞാൻ ഇവരുടെ കൂടെയായിരുന്നു, എനിക്കൊന്നും അറിയില്ല എന്ന് നീനയും പറയാണ്. അപ്പോൾ ഹീറോ വിചാരിക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ ഭാര്യ അവളുടെ കാമുകനെ കാണാൻ തന്നെയാണ് പബ്ബിൽ പോയത്, അത് മറയ്ക്കാൻ നിന്റെ പേര് പറഞ്ഞ് വീട്ടിൽ പോയി, അവളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഹീറോ ദേഷ്യപ്പെടുന്നു. ഇപ്പോഴെങ്കിലും അവളെ ഉപേക്ഷിച്ച് കല്യാണം കഴിക്കാൻ വാ, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് നീനയും പ്രോത്സാഹിപ്പിക്കുന്നു. വീട്ടിൽ പോയിട്ട് അവളുമായിട്ടുള്ള ബന്ധം ഞാൻ പൂർണ്ണമായും അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് ഹീറോ ദേഷ്യത്തിൽ പോവാണ്. അതേ ദേഷ്യത്തിൽ വീട്ടിൽ വന്ന് ഭാര്യ നന്ദിതയോട്, നീ ആ പബ്ബിൽ പോയത് നിന്റെ കാമുകനെ കാണാനല്ലേ, ഈ കുടുംബത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വൃത്തികേട് ചെയ്യേണ്ടിയിരുന്നില്ല, ഇപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് വഴക്കിടുന്നു. ഞാനാണോ വൃത്തികേട് കാണിക്കുന്നത്, അതോ നിങ്ങളാണോ? വെറുതെ എൻ്റെ മേലെ കുറ്റം ചുമത്തി രക്ഷപ്പെടാൻ നോക്കണ്ടെന്ന് നന്ദിതയും തിരിച്ചടിക്കുന്നു. ഇതെല്ലാം കുടുംബത്തിലുള്ളവരും കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഹീറോയുടെ കുടുംബം ഹീറോയെ തന്നെയല്ലേ പിന്തുണയ്ക്കുള്ളൂ. അവരെല്ലാവരും ഹീറോയുടെ കൂടെ ചേർന്ന് നന്ദിതയെ അധിക്ഷേപിക്കുന്നു. ഇളയ മരുമകൾ നന്ദിതയെ പിന്തുണയ്ക്കാൻ വന്നാലും അവളും ഒരു പെണ്ണായതുകൊണ്ട് അവളെ സംസാരിക്കാൻ പോലും അവർ അനുവദിക്കുന്നില്ല. ഈ രാത്രി മാത്രം ഞാൻ ഇവിടെ തങ്ങാം, നാളെ രാവിലെ ഞാൻ ഈ വീട്ടിൽ നിന്നും പൊക്കോളാം, കുറച്ച് നാളുകൾക്കുള്ളിൽ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം എന്ന് നന്ദിത ഭർത്താവിനോട് പറയുന്നു. അയാൾ സമ്മതിക്കുകയാണ്. അന്ന് രാത്രി തന്നെ ഹീറോ നീനെ വിളിച്ച്, നീ ആഗ്രഹിച്ചതുപോലെ ഞാൻ ഡിവോഴ്സ് വാങ്ങാൻ പോവാണ്, എൻ്റെ ഭാര്യ നാളെ രാവിലെ വീട് വിട്ടു പോകുമെന്ന് പറഞ്ഞു, എനിക്ക് ആ സ്വാതന്ത്ര്യം കിട്ടാൻ പോവാണ്, വേഗം നിന്നെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാം എന്നും പറയുന്നു. നീന അവിടെ സന്തോഷം കൊണ്ട് കരയാണ്. ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് എന്ന് അവളും പറയുന്നു. നീന തൻ്റെ കിടക്ക പൂക്കൾ കൊണ്ട് അലങ്കരിക്കുമ്പോൾ മറുവശത്ത് നന്ദിത രാവിലെ എഴുന്നേറ്റ് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. മക്കൾ വന്ന് കരയാണ്. അമ്മ ഇപ്പോൾ പുറത്തുപോയി ഒരു ജോലി കണ്ടുപിടിച്ച് വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാം എന്ന് മക്കളോട് പറയുന്നു. അപ്പോൾ ഭർത്താവും അമ്മായിയമ്മയും വന്നിട്ട്, നിനക്ക് ഇത്ര ധൈര്യമോ, ഇന്നലെ ഒരു വാക്കിന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ നീ പോവോ, നീ പോയാൽ പിന്നെ ഈ കുടുംബത്തിലേക്ക് തിരിച്ചു വരണ്ട എന്ന് പറയുന്നു. നന്ദിത ഒന്നും മിണ്ടാതെ നിൽക്കാണ്. മാത്രമല്ല, നിനക്ക് ഈ കുടുംബത്തിൽ നിന്ന് പോയാൽ മക്കൾ ഞങ്ങളുടെ കൂടെ വരും, പിന്നെ അമ്മയാണെന്നും പറഞ്ഞ് ചോദിച്ച് ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പറയുന്നു. ഇത് കേട്ട് നന്ദിത കൂടുതൽ തകരാണ്. അത് തടയാൻ നിങ്ങളാരാ? എൻ്റെ മക്കളെ എപ്പോൾ വന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് എനിക്കറിയാം. ആത്മാഭിമാനം ഇല്ലാത്ത ഈ കുടുംബത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഇങ്ങനെ വഞ്ചിച്ചിട്ട് എല്ലാ കുറ്റവും എൻ്റെ മേൽ ചുമത്തുന്ന ഈ ഭർത്താവിൻ്റെ കൂടെയും എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ കുടുംബം വിട്ട് നന്ദിത പുറത്തേക്ക് വരുന്നു. അങ്ങനെ അവർ നടന്നു പോകുമ്പോൾ ഒരു വെള്ള കാർ അവരെ പിന്തുടർന്ന് വരുന്നു. അപ്പോൾ റോഡിൽ ഒരു ചുവന്ന കാർ വന്ന് നന്ദിതയെ ഇടിക്കുന്നു. ആ വെള്ള കാറിൽ നിന്ന് ഒരു അജ്ഞാതൻ ഓടി വന്ന്, അയ്യോ നന്ദിതയ്ക്ക് ആക്സിഡന്റ് പറ്റി, ആരെങ്കിലും സഹായിക്കൂ എന്ന് നിലവിളിക്കുന്നു. അങ്ങനെ നന്ദിതയെ ആ വെള്ളക്കാറിൽ വന്നവർ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആ വെള്ളക്കാറിൽ ആരാണ് വന്നതെന്ന് വെച്ചാൽ അത് നീനയാണ്. അവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. അവിടെ മറ്റൊരു സംഭവം കാണിക്കുന്നുണ്ട്. വീട്ടിൽ നന്ദിത ഫോൺ വെച്ച് മറന്നുപോയിരുന്നു. അത് ഭർത്താവ് എടുത്ത് നോക്കുകയാണ്. ഭർത്താവിൻ്റെ വിചാരം താൻ നീനയുടെ കൂടെയുള്ള തൻ്റെ മുഖം വ്യക്തമല്ലാത്ത ഹലോ എന്ന് എഴുതിയ ആ ഒരു വീഡിയോ മാത്രമാണ് ഭാര്യയുടെ ഫോണിലേക്ക് വന്നതെന്നായിരുന്നു. എന്നാൽ ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് താൻ എപ്പോഴെല്ലാം ആളുടെ വീട്ടിൽ പോയിട്ടുണ്ടോ അപ്പോഴത്തെ എല്ലാ വീഡിയോകളും വന്നിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവുന്നത്. ഇവിടെ മറ്റൊരു വലിയ ട്വിസ്റ്റ് കാണിക്കുന്നു. നീന നന്ദിതയെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവരുമായി സന്തോഷത്തോടെ സംസാരിക്കാൻ തുടങ്ങാണ്. അവിടെയാണ് ഈ നീന ചെറിയ കുട്ടിയായിരുന്നപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നന്ദിതയും നീനയും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ചെറുപ്പത്തിൽ നീനയ്ക്ക് നന്ദിതയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതൊരു പുതിയ തരം വികാരമായിരുന്നു. നീന നന്ദിതയുടെ കൂടെ ഒരുപാട് സമയം ചെലവഴിച്ചിരുന്നു. ഇതെല്ലാം സ്കൂളിലെ അധ്യാപകർ കണ്ട് ഇവരൊന്നിച്ചിരുന്നാൽ എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് കരുതി നീനയുടെ അച്ഛനോട് ഈ വിവരം പറയുന്നു. അച്ഛൻ നീനയെ ആ സ്കൂളിൽ നിന്ന് മാറ്റി മറ്റൊരു സ്കൂളിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ നീന നന്ദിതയോട്, ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല, എന്തെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി തിരികെ വരും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവൾ വളർന്ന് തിരികെ വരുമ്പോൾ നന്ദിതയുടെ കല്യാണം കഴിഞ്ഞതായി അറിയാണ്. അതിനുശേഷം നന്ദിതയുടെ മനസ്സ് മാറ്റി അവളോടൊപ്പം ചേരാൻ കഴിയില്ല. അതിനായി അവൾ നന്ദിതയുടെ ഭർത്താവിനെ ഉപയോഗിക്കുകയായിരുന്നു. അങ്ങനെ ഭർത്താവിൻ്റെ കൂടെയുള്ള എല്ലാ വീഡിയോകളും നന്ദിതയ്ക്ക് അയച്ചു കൊടുത്തത് ഈ നീന തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹലോ, റിമെമ്പർ മീ, ഐ നീഡ് യു, ഐ ലവ് യു എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ ഓരോ വീഡിയോയിലും ഉണ്ടായിരുന്നത്. ഭർത്താവിനോട് പോലും നീന, നിന്റെ ഭാര്യയെ കാണുമ്പോൾ എനിക്കെന്തോ പ്രത്യേക ഫീല് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണവും ഇത് തന്നെയായിരുന്നു. ഇപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നീന അവിടെയുള്ള നന്ദിതയോട് പറയാണ്. നന്ദിത ആകെ ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലത്ത് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നു. വീട്ടിൽ നന്ദിതയുടെ ഫോൺ കണ്ട ഭർത്താവിന് നീനയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം മനസ്സിലായിരുന്നു.
ഇപ്പോൾ നീനയുടെ വീട്ടിൽ വന്ന് തൻ്റെ ഭാര്യ നന്ദിതയെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ് അയാൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് നീന വന്ന് നിൽക്കുകയാണ്. ഭർത്താവ് വാതിൽകൾ വന്ന് എൻ്റെ ഭാര്യ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അവളെ നീ ഓടിച്ചു വിട്ടതല്ലേ, ഇനി അവൾ എനിക്കുള്ളതാണ് എന്ന് നീന മറുപടി പറയുന്നു. ഇപ്പോൾ ഇവർ 3 പേരും എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വെച്ചാൽ നീനയ്ക്കും നന്ദിതയ്ക്കും ഈ ഭർത്താവിനും എന്ത് സംഭവിക്കും എന്നതൊക്കെ സെക്കൻഡ് സീസണിൽ പറയാമെന്ന് പറഞ്ഞ് ഫസ്റ്റ് സീസൺ അവസാനിപ്പിക്കുന്നു. സെക്കൻഡ് സീസണും ഇപ്പോൾ ലഭ്യമാണ്. നിങ്ങൾക്ക് സെക്കൻഡ് സീസൺ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ സെക്കൻഡ് സീസൺ എന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ കഥ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.